ഷെക്കീം നഗരം അവർ ഇപ്പോൾ നിൽക്കുന്ന പട്ടണത്തിൽ നിന്ന് 10 മൈൽ അകലെയാണ്. അവിടെയാണ് യഹൂദർക്ക് പുണ്യപ്പെട്ട യാക്കോബിന്റെ കിണർ. ഭക്തരായ യഹൂദർക്ക് അവിടെ എത്തി വെള്ളം കോരിക്കുടിക്കുവാനും വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുവാനും ആഗ്രഹമുണ്ട്. എന്നാൽ ശത്രുക്കളായ സമരിയാക്കാർ അത് അനുവദിക്കില്ല. ആക്രമണവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആരും അറിഞ്ഞില്ല, മേരിയുടെ ഉള്ളിൽ ശിശു പിറന്നു വളർന്നു ഒരിക്കൽ ഈ കിണറ്റുകര വരെ എത്തി ഒരു സമരിയാക്കാരിയോട് കുടിക്കുവാൻ ചോദിക്കുമെന്ന്. കാരണം ജീവജലം നൽകുന്ന മിശിഹായാണ് യേശുവെന്ന് അന്ന് സമരിയാക്കാർക്ക് വിശ്വാസമാവും. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മെ ഒരുമിപ്പിക്കുന്നതിൽ വളർന്നും ഭിന്നിപ്പിക്കുന്നതിനെ അവഗണിച്ചും നമുക്ക് മുന്നേറാം. ഇന്ന് ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്നവരിൽ കാണുന്ന വിഭജനങ്ങൾ അക്രൈസ്തവർക്ക് ദുർമാതൃക നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു മാറ്റം ആവശ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, സഭയിൽ എല്ലാവരും തുല്യരാണ്. തുല്യതയോടെ എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി മിശിഹ നമ്മെ ഇതിനു സഹായിക്കട്ടെ.